ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ യു പി ഐയിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ സെപ്പറേറ്റ് ആപ്പുകൾ, അതായത് കുറേ യു പി ഐ ആപ്പ് ഉണ്ടല്ലോ, ഫോൺ പേ, ആമസോൺ പേ, ഗൂഗിൾ പേ, ഇതിലൊന്നും വന്നിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഭീം യു പി ഐൻ്റെ ഓതറൈസ്ഡ് ആയ ഒഫീഷ്യൽ ആപ്പിൽ മാത്രമേ സംഭവം വന്നിട്ടുള്ളൂ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ഞാൻ വഴിയെ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുതിയ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം ഉണ്ടാവും. യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു ഏജ്ഡായ ഒരാളൊക്കെ ആണെങ്കിൽ, അല്ലാത്തവർക്ക് ഉപയോഗിക്കട്ടെ. ഏജ്ഡായ ആൾക്കാരാണ് നിങ്ങൾക്ക് യു പി ഐ വലിയ പരിപാടിയും സംഭവമൊന്നും ഇല്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ യു പി ഐൻ്റെ ആപ്പിൻ്റെ ഓതറൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഓതറൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബിഹാഫിൽ അവർക്കും വേണമെങ്കിൽ അത് പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ഓൺ കാർഡൊക്കെ എടുക്കില്ലേ, ക്രെഡിറ്റ് കാർഡിൽ, അതേ പരിപാടി തന്നെ. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് കൂടിയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇത് വേറെ തരത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളൊരു പേരൻ്റാണ്, നിങ്ങളുടെ ഇപ്പോൾ കിഡ്സിന് വേണമെങ്കിൽ ഇതിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് രണ്ട് ടൈപ്പ് ഓഫ് ഷെയറിംഗ് ഉണ്ട്. കാരണം എന്താ പറയുക, ഫുൾ അക്കൗണ്ട് ഷെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പാർഷ്യൽ ഷെയറിംഗ് ഉണ്ട്. ഫുള്ള് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു മാസം 15,000 ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, 15,000. അതുപോലെ തന്നെ ഒറ്റ പേയ്മെൻറ്റിൽ 5,000 വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പാർഷ്യൽ ആണെങ്കിൽ നമുക്ക് അവരുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു പെർമിഷനും വേണ്ടി വരും. അപ്പോൾ കിഡ്സിനെ കൊടുക്കുമ്പോൾ പാർഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഇപ്പോൾ സെപ്പറേറ്റ് അവർക്കൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു. അതായത് വേറെ അക്കൗണ്ടിലേക്ക് പൈസ ആയിരുന്നു വേണ്ട, നമ്മുടെ അക്കൗണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഭീം ആപ്പിൽ മാത്രമേ തൽക്കാലം ഇപ്പോൾ വന്നിട്ടുള്ളൂ, വേറെ ആപ്പിലൊന്നും സംഭവം വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും അത് ആഡ് ഓൺ ആവും. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് സപ്പോർട്ട് ആവുന്ന ബാങ്ക് അക്കൗണ്ട്സ് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ SBI സപ്പോർട്ട് ആവുന്നുണ്ട്, HDFC ഉണ്ട്, ICICI ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴി അങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതുവരെ ഭീമിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ ഇപ്പോൾ ആക്ച്വലി ഭീം ആപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചുമ്മാ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ വേറെ ഒറ്റ ആപ്പിലും വന്നിട്ടില്ല കേട്ടോ, ഭീമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ പോയി നമുക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുക, സംശയം ചോദിച്ചിട്ട്. അതാണ് ഈ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഭീം ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് ലോഗിൻ ചെയ്യട്ടെ. ഭീം ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയാണ് നമുക്ക് ഹോം പേജ് കാണാം. അതിൽ നമുക്ക് ഇവരുടെ എന്താ പറയുക, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എന്താ ഇതൊന്ന് ഹൈഡ് ചെയ്യട്ടെ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, വേറെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് യു പി ഐ സർക്കിൾ എന്ന് കാണാനുണ്ടോ. അപ്പോൾ യു പി ഐ സർക്കിൾ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ ആഡ് ചെയ്യാൻ കണ്ടോ, ആഡ് ഫാമിലി മെമ്പർ ഓർ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് അവരുടെ UPI ID വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ QR കോഡ് വെച്ചിട്ടോ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെർമിഷൻ കിട്ടും. അപ്പോൾ പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ഏതൊരു ഇപ്പോൾ പെർമിഷനാണ് നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ച്. അത് നല്ലൊരു, എനിക്ക് ഈ ഫീച്ചറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീച്ചറായിട്ട് തോന്നി. പക്ഷേ ചെറുതായിട്ട് സെക്യൂരിറ്റി റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കാര്യം. പക്ഷേ എന്നാലും പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, കിഡ്സിന് കൊടുക്കണം അങ്ങനത്തെ ഒരു ആ പരിപാടിക്കും അതുപോലെ തന്നെ ഏജ്ഡായ ആൾക്കാർക്കും പറ്റുന്നൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം വയസ്സുള്ള ആൾക്കാർക്കൊന്നും UPI പരിപാടി അങ്ങനെ അറിയണമെന്നില്ല. എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ തന്നെ ഈ വയസ്സായ ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ UPI ഫ്രോഡിൽ നല്ലതൊക്കെ പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇതൊരു പരിപാടി അതുകൊണ്ടൊക്കെ കണ്ടിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമുക്ക് എന്തായാലും വേണ്ടി അടുത്ത വീഡിയോ കാണാം. ബൈ.